بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. قال المصنف رحمه الله: باب من الإيمان بالله الصبر على أقدار الله. من الإيمان بالله الصبر على أقدار الله. അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാനിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഖദറുകളിലുള്ള സബർ. അള്ളാഹു തആലയുടെ വിധിയിൽ ക്ഷമിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഉള്ള ഈമാനിൽപ്പെട്ടതാണ്. ഒരു മുഅ്മിൻ അവൻ നേരിടുന്ന മുസീബത്തിൽ സബർ ചെയ്യുക എന്നത് അവൻ്റെ അള്ളാഹുവിലുള്ള ഈമാനിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. കിതാബ് തൗഹീദും ഈ ബാബും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ബാബിനെ ഇതിലേക്ക് പ്രവേശിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിൽ അവൻ സബ്ർ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ബാധിച്ച മുസീബത്തിന്റെ കാര്യത്തിൽ അവൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് അഭയം തേടും. സാഹിറന്മാരുടെ അടുത്തും മറ്റും അഭയം തേടും. അത് അവസാനം ശിർക്കിലേക്കും കുഫറിലേക്കും എത്തിപ്പെടും. അതൊന്ന്. രണ്ടാമത്തത് അന്ന സബ്ർ മിനർ റിദാ ബിഖദരില്ലാഹ് വറുബൂബിയത്തില്ലാഹ്. സബ്ർ എന്നത് അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിപ്പെടലാണ്. അള്ളാഹു തആല നിനക്ക് എന്താണോ ഖദറാക്കിയിട്ടുള്ളത് അതിൽ സബ്ർ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിപ്പെടലാണ്, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ തൃപ്തിപ്പെടലാണ്. അള്ളാഹു തആലയുടെ ഖദറിൽ സബ്ർ ചെയ്യാത്തവൻ, അതിൽ തൃപ്തിപ്പെടാത്തവൻ അവന്റെ തൗഹീദിന്റെ കാര്യത്തിലാണ് അവൻ സ്വയം ആക്ഷേപിക്കുന്നത്. സബ്ർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഹബ്സ് എന്നർത്ഥം, തടഞ്ഞു വെക്കുക. അസ്സബ്റു ലുഗതൻ അൽ ഹബ്സ് ഔ ഹബ്സുൻ നഫ്സ് അലാ തആത്തിൽ. അതാണ് ശറഈൽ അർത്ഥം. അള്ളാഹുവിനോടുള്ള തആത്തിന്റെ മേലായിക്കൊണ്ട് ഒരുവൻ അവന്റെ നഫ്സിനെ തടഞ്ഞു വെക്കുന്നു. ഹബ്സുൻ നഫ്സ് അലാ തആത്തില്ല വ തർക്കി മഅസിയത്തില്ല. അള്ളാഹുവിനോടുള്ള അനുസരണയിലായിക്കൊണ്ടും അവനോട് തിന്മ ചെയ്യുന്നതിന് ഉപേക്ഷിക്കുന്നതിലും ഒരുവൻ തന്റെ നഫ്സിനെ തടഞ്ഞു വെക്കുന്നു. അതിനാണ് ശറഈൽ സബ്ർ എന്ന് പറയാം. സബ്ർ എന്നത് ഉലമാക്കൾ പറഞ്ഞു 3 തരത്തിലാണ്, 3 ഇനങ്ങളാണ് സബ്റിന്. സബ്റുൻ അലാ തആത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനോടുള്ള അനുസരണയിൽ നിലനിൽക്കാനുള്ള സബ്ർ. അള്ളാഹുവിനോടുള്ള ഇബാദത്തിന് സബ്ർ ആവശ്യമാണ്. അള്ളാഹുവിനെ അനുസരിക്കാൻ അങ്ങേയറ്റം സബ്ർ വേണം. അതാണ് ഒന്നാമത്തത്. അള്ളാഹുവിനോടുള്ള തആത്തിന്റെ മേലെ നിലനിൽക്കാനുള്ള സബ്ർ. രണ്ടാമത്തത് സബ്റുൻ അൻ മഹാരിമില്ല, അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് എത്താതെ, ആ ഹറാമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സബ്ർ. സബ്റുൻ അൻ മഹാരിമില്ല. മൂന്നാമത്തെ ഇനമാണ് സബ്റുൻ അലാ അഖ്ദാരില്ല, അള്ളാഹുവിന്റെ ഖദറുകളുടെ മേലെ സബ്ർ ചെയ്യാം. അള്ളാഹു തആലയുടെ ഖദറിൽ ബാധിച്ചിരിക്കുന്ന, അതിന്റെ പേരിൽ ബാധിക്കുന്ന മുസീബത്തുകൾ, അതിന്റെ പേരിൽ സബ്ർ ചെയ്യാം. ഇങ്ങനെയാണ് സബ്റിന്റെ ഇനങ്ങൾ. സബ്റുൻ അലാ തആത്തില്ല വസബ്റുൻ അൻ മഹാരിമില്ല വസബ്റുൻ അലാ അഖ്ദാരില്ല. طيب. القدر له 4 مراتب. ഖദറിന് 4 മർത്തബകളുണ്ട്, 4 തലങ്ങൾ. ഒന്നാമത്തെ എന്താണ്?
ഖദറിന്റെ ഒന്നാമത്തെ മർത്തബ അൽ ഇൽം. ഇൽമുല്ലാഹി ബികുല്ലി ഷൈ, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അല്ലാഹു തആലയുടെ ഇൽമ്, എല്ലാ കാര്യത്തെക്കുറിച്ചും അല്ലാഹു തആല ഇൽമുള്ളവനാണ്. ഇൽമുല്ലാഹി ബികുല്ലി ഷൈ. രണ്ടാമത്തേത് മശിയത്തുഹു ലികുല്ലി ഷൈ, അല്ലാഹു തആലയുടെ മശിയത്ത്, അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുക, ഏതൊരു കാര്യവും. മൂന്നാമത്തത് കിതാബത്തുഹു ലികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കും, എഴുതി വെക്കും. കിതാബത്തുഹു ലികുല്ലി ഷൈ. നാലാമത്തത് ഖൽഖുഹു ലികുല്ലി ഷൈ, അവസാനം അല്ലാഹു തആല അത് സൃഷ്ടിക്കുന്നു. ഖൽഖുഹു ലികുല്ലി ഷൈ. അല്ലാഹുവിന്റെ ഖദറിന് ഈ 4 മർത്തബകളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യത്തെക്കുറിച്ച് അറിവുള്ളവനായിരിക്കും. രണ്ടാമത്, അല്ലാഹു തആല അത് ഉദ്ദേശിക്കും, പിന്നെ അത് എഴുതി വെക്കും, കിതാബ. നാലാമത്തത് അതിന്റെ ഖൽഖ്, സൃഷ്ടിപ്പാണ്. ഇദാ ആമൻത ബിഹാദിഹിൽ അർബഅ ആമൻത ബിൽ ഖദർ. ഈ 4 മർത്തബകളിൽ നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ ഖദറിൽ വിശ്വസിച്ചു. അല്ലാഹു തആലയുടെ ഖദറിന്റെ ഈ 4 മർത്തബകളിൽ നീ വിശ്വസിച്ചാൽ നീ ഖദറിൽ വിശ്വസിച്ചു. لأن الله علم كل شيء وشاء كل شيء وكتب كل شيء وخلق كل شيء. أن الله علم كل شيء وشاء كل شيء وكتب كل شيء وخلق كل شيء. ഈ 4 മർത്തബകളിൽ ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും എതിർത്താൽ, ഏതെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറായി. ലൗ അൻകർതൽ ഇൽം കഫർത്. അല്ലാഹു തആലക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല എന്നാരെങ്കിലും വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ആ ഇൽമിനെ ആരെങ്കിലും എതിർത്താൽ അവൻ കാഫിറായി. സവാൻ അൻകർതൽ കിതാബ കഫർത. അല്ലാഹു തആലയുടെ കിതാബത്ത് അല്ലാഹു തആല എഴുതി വെക്കും, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തും എന്നതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറായി. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ 90 സ്ഥലങ്ങളിലായിക്കൊണ്ട് സബ്ർ എന്ന് അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. അസ്സബ്ർ ഫീ 90 മൗദിഅൻ മിനൽ ഖുർആൻ. 90 സ്ഥലങ്ങളിൽ അല്ലാഹു തആല സബ്റിന് കൊണ്ടുവന്നിട്ടുണ്ട്. قال الصبر ضياء. സബ്ർ എന്നാൽ അത് വെളിച്ചമാണ്. യഹ്ദീക അല്ലാഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്ർ എന്ന വെളിച്ചം കൊണ്ട് നിനക്ക് ഹിദായത്ത് നൽകും. വസ്സബ്റു സബബുൻ ലിൽ ഹിദായ. ഹിദായത്തിനുള്ള സബബിൽപ്പെട്ടതാണ് സബ്ർ. ഐ ഇദാ സബർത ഫീ ബഅദിൽ ഉമൂർ യഹ്സുൽ ലക ഹിദായ വൽ ഫറജ്. ചില കാര്യങ്ങൾ നീ സബ്ർ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അത് കാരണത്താൽ ഹിദായത്തും അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കും. ലാകിൻ ഇദാ തസറഅത. നേരെ മറിച്ച് നീ ചില കാര്യങ്ങൾ ധൃതി കാണിച്ചു കഴിഞ്ഞാൽ റബ്ബമാ തഖഉ ഫിൽ ഖത. ചില തെറ്റുകളിൽ നീ വീണു പോകും. ഫസ്സബ്റു നിഅമത്തുൻ വലാ യഹ്സുലു കമാൽ അസ്സബ്ർ ഇല്ലാ ഇൻദൽ മുവഹ്ഹിദ്. സബ്ർ എന്ന് പറഞ്ഞാൽ അത് നിഅമത്താണ്, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് സബ്ർ. അതിന്റെ പൂർണ്ണത ഒരു മുവഹ്ഹിദിനല്ലാതെ ലഭിക്കുന്നതല്ല. لا يحصل كمال صبر إلا عند الموحد الراضي بقدر الله. അല്ലാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടുന്ന ഒരു മുവഹ്ഹിദിന്റെ അടുക്കലല്ലാതെ പൂർണ്ണമായ സബ്ർ എന്നുള്ളത് ഉണ്ടായിരിക്കുന്നതല്ല.
قال رحمه الله وقول الله تعالى ومن يؤمن بالله يهد قلبه ومن يؤمن بالله يهد قلبه ما أصاب من مصيبة إلا بإذن الله ما أصاب من مصيبة ഏതൊരു മുസീബത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് അല്ലാഹുവിന്റെ അനുമതിയില്ലാതെയല്ല. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. വമൻ യുഅ്മിൻ ബില്ലാഹ്, ആര് അല്ലാഹു തആലയെ വിശ്വസിക്കുന്നുവോ, യഹ്ദി ഖൽബഹ്, അവന്റെ ഖൽബിന് അല്ലാഹു തആല നേർവഴി കാണിച്ചു കൊടുക്കും, ഹിദായത്ത് നൽകും. ഇവിടെ വമൻ യുഅ്മിൻ ബില്ലാഹി അൽ ഈമാൻ ഹുന ഈമാനുൻ ബിൽ ഖദർ. ഇവിടെ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശം ഖദറിലുള്ള ഈമാനാണ്. അതുകൊണ്ടാണ് അവിടെ ആദ്യം അല്ലാഹു തആല പറയുന്നത് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഏതൊരു മുസീബത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ബാധിക്കുകയില്ല. എന്നിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വമൻ യുഅ്മിൻ ബില്ലാഹ് ഐ വമൻ യുഅ്മിൻ ബി ഖദറില്ലാഹ്. അല്ലാഹുവിന്റെ ഖദറിൽ ആര് വിശ്വസിക്കുന്നുവോ അവൻ അല്ലാഹു തആല അവന്റെ ഹൃദയത്തിന് ഹിദായത്ത് നൽകും. ഇദൻ മിൻ അഅ്ളമി അസ്ബാബിൽ ഹിദായ, ഹിദായത്തിനുള്ള ഏറ്റവും ഉന്നതമായ സബബുകളിൽപ്പെട്ടതാണ് അൽ ഈമാൻ ബി അഖ്ദാരില്ലാഹ്, അല്ലാഹുവിന്റെ ഖദറുകളിലുള്ള വിശ്വാസം. قال رحمه الله قال علقمة هو الرجل تصيبه المصيبة فيعلم أنها من عند الله فيرضى ويسلم. الرجل تصيبه المصيبة، ആ ഒരു മനുഷ്യന് ഒരു മുസീബത്ത് ബാധിച്ചു, വിപത്ത് ബാധിച്ചു. ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണെന്ന് അവൻ അറിഞ്ഞു, മനസ്സിലാക്കി. ഫയർദാ, എന്നിട്ട് അവൻ അതിൽ തൃപ്തിപ്പെട്ടു. വയുസല്ലിം, അവൻ അതിന് കീഴൊതുങ്ങി, അല്ലാഹുവിന്റെ ഖദറിന് കീഴൊതുങ്ങി. فإذا إذا أصابتك مصيبة فعلمت أنها من عند الله فآمنت ما هي الهداية التي تحصل لك زيادة الأجر. ഒരു മുസീബത്ത് നിനക്ക് ബാധിച്ചു, നീ മനസ്സിലാക്കുന്നത് അല്ലാഹു തആലയുടെ അനുമതിയോടുകൂടിയാണ്. നീ അതിൽ തൃപ്തിപ്പെട്ടു, അല്ലാഹുവിന്റെ ഖദറിൽ നീ തൃപ്തിപ്പെട്ടു, അതിൽ വിശ്വസിച്ചുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ധാരാളം ഖൈറുകൾ, അജ്റുകൾ കൊണ്ടുവരും. അതേപോലെ തന്നെ നിന്റെ മനസ്സിന് സആദത്ത് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് സആദത്താണ്, സന്തോഷമാണ്, അവന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കും. അത്തുമനീന വഅദമുൽ ഹുസ്ൻ വഅദമുൽ തസഖുത്ത്, മനസ്സിന് പ്രയാസങ്ങൾ നീങ്ങി കിട്ടും, മനസ്സിന് സമാധാനം ലഭിക്കും. വയഹ്സുലു ലക മിനൽ ഉജൂരി മല്ലാഹു ബിഹി അലീം, അല്ലാഹു തആലക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് അജ്റുകൾ നിനക്ക് ലഭിക്കും അല്ലാഹുവിന്റെ ഖദർ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ. അത് അല്ലാഹു തആലയുടെ അനുമതിയോടുകൂടിയാണ്. قال وفي صحيح مسلم عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال اثنتان في الناس هما بهم كفر الطعن في النسب والنياحة على الميت. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇസ്നതാനി ഫിന്നാസ്, ജനങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഹുമാ ബിഹിം കുഫ്റുൻ, ആ രണ്ട് കാര്യങ്ങൾ കുഫ്റാണ്. ഇവിടെ കുഫ്ർ എന്ന് ഉദ്ദേശിച്ചാൽ പറഞ്ഞത് ഉദ്ദേശം എന്താണ്? കുഫ്റുൻ ദൂന കുഫ്ർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ കുഫ്ർ അല്ല, നേരെ വെച്ച് ചെറിയ കുഫ്ർ, കുഫ്റുൻ അസ്ഗർ. ഹുമാ ബിഹിം കുഫ്റുൻ. ഒന്നാമത്തതാണ് അത്താനു ഫിൻ നസബ്, നസബിനെ ആക്ഷേപിക്കുക, നസബിനെ ചീത്ത പറയുക.
നിന്റെ നസബ് ലഈഫാണ്, നിന്റെ നസബ് ലഈഫാണ്, അതുപോലെ തന്നെ നിന്റെ കബീല, നിന്റെ ഗോത്രം, നിന്റെ തറവാട് അത് പോരാ, അതല്ലെങ്കിൽ നിന്റെ ഗോത്രം അറബിയല്ല അജമിയാണ്, അങ്ങനെ അതിനെ ആക്ഷേപിക്കാം. വഹാദ മിനൽ കബായിർ, അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് അന്നിയാഹത്തു അലൽ മയ്യിത്ത്, മയ്യിത്തിന് മേലെ അലറിക്കറിയ, ശബ്ദമുയർത്തുക. ഈ രണ്ടും വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അതിന്റെ ഒരടയാളമാണ് ഹുമാ ബിഹിം കുഫ്റുൻ. അയ്യു ലഫ്ളിൻ ഫിൽ കിതാബി വസ്സുന്ന അന്നഹു കുഫ്റുൻ, കിതാബിലും സുന്നത്തിലും കുഫ്ർ എന്നുള്ള പദം വന്നിട്ടുണ്ടെങ്കിൽ, അത് കുഫ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വലൈസ കുഫ്റൻ അക്ബർ, ഞാൻ പറയപ്പെട്ടത് കുഫ്റുൻ അക്ബർ അല്ല എങ്കിൽ ഫഹുവ മിനൽ കബായിർ, അത് വൻപാപങ്ങളിൽപ്പെട്ടതായിത്തീരും. ഇദാ ജാഅ ലഫ്ളുൻ ഫിൽ കിതാബി വസ്സുന്ന അന്നഹു കുഫ്ർ, കിതാബിലോ സുന്നത്തിലോ ഒരു കാര്യം കുഫ്റാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് കുഫ്റുൻ അക്ബർ അല്ല എങ്കിൽ ഫഹുവ മിനൽ കബായിർ, കുഫ്റുൻ അക്ബർ അല്ലെങ്കിൽ അത് വൻപാപങ്ങളിൽപ്പെട്ടതായി തീരും. ഹാദിഹി ഫായിദ ഐ ലഫ്ളുൻ ഫിൽ കിതാബി വസ്സുന്ന അന്നഹു കുഫ്റുൻ വലൈസ കുഫ്റൻ അക്ബർ ഫഹുവ മിനൽ കബായിർ. അതാണ് ഒരടയാളം. രണ്ടാമത്തത് അയ്യു അമലിൻ തറത്തബ അലൈഹി ലഅന, ഏതൊരു അമലാണോ അതിന് ലഅനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് ശപിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ വ്യക്തി, ആ പ്രവൃത്തി ശപിക്കപ്പെട്ടതാണ്, വ്യക്തി ശപിക്കപ്പെട്ടവനാണ് തുടങ്ങിയിട്ടുള്ള ലഅനത്തിന്റെ കാര്യങ്ങൾ ഏതൊരു അമലിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത് ഫഹുവ മിനൽ കബായിർ, അത് കബീറത്തിൽപ്പെട്ടതാണ്, കബായിറുകളിൽപ്പെട്ടതാണ്, വൻപാപത്തിൽപ്പെട്ടതാണ്. അയ്യു അമലിൻ തറത്തബ അലൈഹി ലഅന ഫഹുവ മിനൽ കബായിർ. وأي عمل ترتب عليه نار أو غضب أو عقوبة في الدنيا أو حد وليس كفرا أكبر فهو من الكبائر. ഏതൊരു അമലാകട്ടെ അത് അവസാനം നരകത്തിലേക്കാണ്, അല്ലെങ്കിൽ നരകത്തിലാണ് ആ വ്യക്തി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമായി തീരുന്നവനാണ്, അള്ളാഹുവിന്റെ ശിക്ഷക്ക് ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ ശിക്ഷക്ക് കാരണമായി തീരുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ ഇന്നതാണ് എന്ന് പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് കുഫ്റുൻ അക്ബർ അല്ല എങ്കിൽ അതും കബായറുകളിൽപ്പെട്ടതാണ്, വൻപാപത്തിൽപ്പെട്ടതാണ്. قال وأما النياح على الميت رفع الصوت بالندب والتسخط وذكر محاسن الميت, മയ്യിത്തിന്റെ നല്ല നല്ല കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ട് കരയുക. അത് വൻപാപത്തിൽപ്പെട്ടതാണ്. قال ولهما عن ابن مسعود مرفوعا ليس منا من ضرب الخدود وشق الجيوب ودعا بدعوى الجاهلية. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂആയി വന്നിട്ടുള്ള ഹദീസ്, അതായത് റസൂലിലേക്ക് സനദ് എത്തുന്ന ഹദീസ്. قال صلى الله عليه وسلم ليس منا وهذه ليس منا أي حديث فيه ليس منا فهو من الكبائر. ലൈസ മിന്ന എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് കബാറകളിൽപ്പെട്ടതാണ്, കബീറ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ലൈസ മിന്ന ഐ അന്നഹു ലൈസ അലാ ത്വരീഖത്തിന, നമ്മുടെ ത്വരീഖത്തിൽപ്പെട്ടതല്ല, നമ്മുടെ സുന്നത്തിൽപ്പെട്ടതല്ല. മൻ ലൈസ മിന്ന മൻ ദറബൽ ഖുദൂദ്, കവളത്ത് അടിക്കുന്നവൻ. വശക്കൽ ജുയൂബ്, കുപ്പായത്തിന് കീശ വലിച്ചു കീറുക, അങ്ങനെ ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, എന്നുവെച്ചാൽ മുസ്ലിം അല്ല എന്നല്ല അർത്ഥം. നേരെ മറിച്ച് ലൈസ മിൻ സുന്നത്തിന വലൈസ മിൻ ത്വരീഖത്തിന, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അതായത് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ മുഖത്ത് അടിച്ചുകൊണ്ട് കരയുക, അലറിക്കരയുക, അതുപോലെ തന്നെ വസ്ത്രം വലിച്ചു കീറുക, അങ്ങനെ ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഈ
റസൂലിന്റെ സുന്നത്തിൽപ്പെട്ടതല്ല, നമ്മുടെ ത്വരീഖത്തിൽപ്പെട്ടതല്ല, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഈ ഹദീസും നേരത്തെ മുമ്പ് പറഞ്ഞ ഹദീസും, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസും ഈ പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഹദീസും. ذكر هذا الحديث والذي قبله لأن ضرب الخدود وشق الجيوب والنياح على الميت من أسباب عدم الصبر وعدم الرضا. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് മയ്യത്തിന് മേൽ അലറിക്കരയിലും അതുപോലെ തന്നെ കവളത്തടിക്കലും പിന്നെ വസ്ത്രം വലിച്ചു കീറുക എന്നുള്ളത് സബറില്ലായ്മയാണ്. അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിയില്ലാത്തതിന്റെ സബബിൽപ്പെട്ടതാണ് ഇതെല്ലാം. ഇപ്പൊ ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഖദറിൽ സബർ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ പ്രവർത്തികളിൽ അവൻ ഏർപ്പെടും. ഇനി അവന്റെ വസ്ത്രം വലിച്ചു കീറിയാൽ, അല്ലെങ്കിൽ ഇമാമയാകട്ടെ സൗബാകട്ടെ, അവന്റെ ഏത് വസ്ത്രമാകട്ടെ, അല്ലെങ്കിൽ ചില ആളുകൾ മുടി പറിക്കും, അതേപോലെ തന്നെ കവളത്തടിക്കുക, അല്ലെങ്കിൽ നെറ്റിയിലടിക്കുക, ഇതെല്ലാം വൻപാപത്തിൽപ്പെട്ടതാണ്. لا يجوز سواء مات أبوك أو أخوك أو شيخك أو ولدك أو غير ذلك لا يجوز. നിന്റെ മക്കളാരെങ്കിലും മരണപ്പെട്ടു, അല്ലെങ്കിൽ നിന്റെ ഭാര്യ മരണപ്പെട്ടു, അല്ലെങ്കിൽ മാതാപിതാക്കൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ നിന്റെ ഷെയ്ഖ് മരണപ്പെട്ടു, ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യൽ പാടില്ല, വൻപാപത്തിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ സബ്ർ ചെയ്യുക. وهذا الحديث رواه الترمذي وغيره وهو صحيح. قال وعن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا أراد الله بعبده الخير إذا أراد الله بعبده الخير عجل له العقوبة في الدنيا. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല അവന്റെ ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അജ്ജല ലഹുൽ ഉഖൂബ ഫിദ് ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ അവന്റെ ശിക്ഷ വേഗത്തിലാക്കും. വഇദാ അറാദ ബിഅബ്ദിഹി ശർ, അല്ലാഹു തആല അവന്റെ ഒരു അടിമക്ക് ഷർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അംസക അൻഹു ബിദംബിഹി, അവൻ ചെയ്ത തിന്മക്കുള്ള ശിക്ഷ അല്ലാഹു തആല പിടിച്ചു വെക്കും ഖിയാമത്ത് നാൾ വരേക്കും. ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസത്തെ ഖിയാമത്ത് നാളിൽ അത് കൊടുക്കുന്നതിന് വേണ്ടി അതുവരെയും അല്ലാഹു തആല പിടിച്ചു വെക്കും. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ അജ്ജല ലഹുൽ ഉഖൂബ ഫിദ് ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല അവന്റെ ശിക്ഷയുടെ കാര്യത്തിൽ വേഗത്തിലാക്കും. ഈ സബറിന്റെ ഭാഗമായിട്ട് എന്താണ് അതിന് ബന്ധം? യാനി അന്ന ഹാദാ മിമ്മാ യുസല്ലിക ഇൻദൽ മുസീബ അന്ന അല്ലാഹ അറാദ ലക്കൽ ഖൈർ. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ നീ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു. ഇൻദമാ അജ്ജല ലക മറദൻ ഔ ബലാഅൻ ഫിദ് ദുനിയ, നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലും രോഗം ബാധിച്ചു, അല്ലെങ്കിൽ കഠിനമായ പരീക്ഷണമുണ്ടായി, അങ്ങനെയാണെങ്കിൽ നീ മനസ്സിലാക്കുക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഖദറിൽ സബ്ർ ചെയ്യും. തന്നെ വായിച്ച മുസീബത്തിൽ അവന് സബ്ർ ചെയ്യും. അവന്റെ മനസ്സ് സമാധാനമുള്ള മനസ്സായി തീരും. കാരണം അല്ലാഹു തആല തനിക്ക് ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു. അമ്മാ ഇദാ മതഅക അല്ലാഹു ബിസിഹ്ഹ വലം യുസിബ്ക ബിഅംറാദിൻ, നീ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിനക്ക് നല്ല ആരോഗ്യം നൽകി, ഒരു തരത്തിലുള്ള രോഗവും നിന്നെ ബാധിച്ചില്ല, ഒരു തരത്തിലുള്ള രോഗവും നിനക്ക് ബാധിച്ചില്ല. റുബ്ബമാ ഹാദാ നദീറു ശർറു ലക്, ചിലപ്പോൾ അതെന്താണ്? അല്ലാഹു തആല നിനക്ക് ഷർറ് ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഷർറ് ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം. വജാ ഫീ ഹദീസി അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ജാ അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റജുലൻ أو أن أعرابيا دخل على رسول الله صلى الله عليه وسلم, ഒരു അറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു.
فقال له رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم അറാബിയോട് ചോദിച്ചു, അഖദത്ക ഉമ്മു മിൽദമിൻ ഖത്ത്, നിനക്ക് ഉമ്മു മിൽദം ഒരിക്കലെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഖാല വമാ ഉമ്മു മിൽദം, എന്താണ് ഉമ്മു മിൽദം എന്ന് അദ്ദേഹം ചോദിച്ചു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹർറുൻ യകൂനു ബൈനൽ ജിൽദി വൽ ലഹം, അതായത് ഒരു മനുഷ്യന്റെ മാംസത്തിനും തൊലിക്കും ഇടയിൽ ബാധിക്കുന്ന അസുഖം. അതായത് ഇവിടെ ഉദ്ദേശം എന്താണ്? പനിയാണ്. നിനക്ക് എപ്പോഴെങ്കിലും പനി ബാധിച്ചിട്ടുണ്ടോ എന്ന് അറാബിയോട് ചോദിച്ചു. ഖാല മാ വജദ്തു ഹാദാ ഖത്ത്, അയാൾ പറഞ്ഞു, എനിക്കൊരിക്കലും പനി ബാധിച്ചിട്ടില്ല, ഇതുവരെ പനി ബാധിച്ചിട്ടില്ല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽ അഖദക അസ്സുദാഉ ഖത്ത്, നിനക്ക് എപ്പോഴെങ്കിലും തലവേദന വന്നിട്ടുണ്ടോ? ഖാല വമ സുദാ, എന്താണ് സുദാ എന്ന് ഈ അറാബി ചോദിച്ചു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറൂഖുൻ തദ്രിബു അലൽ ഇൻസാനി ഫീ റഅസി, ഒരു മനുഷ്യന്റെ തലയിൽ ഈ ഞരമ്പുകൾ കൊണ്ട് അടിക്കുക, അതാണ് സുദാ. ഖാല മാ വജദ്തു ഹാദാ ഖത്ത്, അറാബി പറഞ്ഞു, ഒരിക്കലും എനിക്ക് തലവേദന വന്നിട്ടില്ല. ഫലമ്മ വല്ല, അങ്ങനെ അറാബി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ റജുലിൻ മിൻ നാഹിലിൻ നാർ ഫൽയൻദുർ ഇലാ ഹാദാ, ആരാണോ നരകത്തിന്റെ ആളുകളിൽപ്പെട്ട ഒരുവനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തിയെ നോക്കിക്കൊള്ളട്ടെ. അല്ലാഹു മുസ്തആൻ. വഹാദാ ദലീലുൻ അലാ അന്നൽ ഇൻസാൻ അൽ മുഅ്മിൻ മുബ്തല, അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം? ഒരു മുഅ്മിനാണോ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ദുനിയാവിൽ പരീക്ഷിക്കും. രോഗങ്ങളെ കൊണ്ടും മറ്റ് പരീക്ഷണങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിനെ ദുനിയാവിൽ പരീക്ഷിക്കുന്നതാണ്. മിമ്മ യദുല്ലു അലാ അന്നഹു മുബ്തല ഹദീസ് കഅബ് വഗൈരിഹി ഫീ സഹീഹ് മുസ്ലിം, അതൊരു മുഅ്മിൻ ഈ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടുന്നവനാണ് എന്നതിനുള്ള തെളിവാണ് കഅബ് ഇബ്നു മാലിക്, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്തുള്ള സഹീഹ് മുസ്ലിമുള്ള ഹദീസ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുഅ്മിനി കമസലി ഖാമത്തിസ് സറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ ഉപമ, മസലുൽ മുഅ്മിൻ കമസലി ഖാമത്തിസ് സറ, ഒരു നല്ല പച്ച നിറത്തിലുള്ള ഇലകളൊക്കെയുള്ള പുതുതായി തളിർത്തു വന്ന ഒരു മരത്തിന്റെ കൊമ്പുകളെ പോലെയാണ് ഒരു മുഅ്മിനിന്റെ ഉപമ. യഫീഉ വറഖുഹു മിൻ ഹൈസു അതത്ഹ റീഹു തുകഫിഉഹാ, അതായത് കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്തേക്കാണ് കാറ്റടിക്കുന്നത് അങ്ങോട്ടത് വളയും. ആ മരത്തിന്റെ കൊമ്പുകൾ വളഞ്ഞു പോകും. ഇടതു ഭാഗത്തു നിന്ന് കാറ്റടിച്ചാൽ അത് വലതു ഭാഗത്തേക്ക് ചാഞ്ഞു പോകും. ഈ വലതു ഭാഗത്തു നിന്ന് കാറ്റടിച്ചാൽ അത് ഇടതു ഭാഗത്തേക്ക് ചാഞ്ഞു പോകും. ഇപ്പോൾ മുസീബത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ അതിന്, അതായത് ആ മരത്തിന് മുസീബത്തുകൾ ബാധിക്കും, ഒരു മുഅ്മിന് മുസീബത്തുകൾ ബാധിക്കുന്നത് പോലെ. വൈദാ സകനത് ഇഅ്തദലത്, പക്ഷേ ആ മുസീബത്തുകൾ അല്ലെങ്കിൽ ആ കാറ്റ് അടങ്ങിക്കഴിഞ്ഞാൽ ആ മരം നേരെ ചൊവ്വെ നിൽക്കും. അങ്ങനെയാണ് ഒരു മുഅ്മിൻ. അവന് മുസീബത്തുകൾ ബാധിക്കും, പരീക്ഷണങ്ങൾ ബാധിക്കും, അതിന്റെ പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ആ മുസീബത്തുകളിലും അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലൊന്നും അവന് പരാജയപ്പെട്ടു പോകുന്നതല്ല. ആ പരീക്ഷണങ്ങൾ കഴിഞ്ഞാൽ അവൻ നേരെ ചൊവ്വെ നിലനിൽക്കുകയും ചെയ്യും. നേരെ മറിച്ച് ആ പരീക്ഷണങ്ങളുടെയും ഫിത്നയുടെയും കൂടെ അവൻ പോകുന്നതല്ല. വകദാലിക അൽ മുഅ്മിൻ യുകഫഉ ബിൽ ബലാ വമസലിൽ കാഫിർ, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു കാഫിറിന്റെ ഉപമ കമസലി അൽ അർസ കമസലിൽ അർസത്തി സമ്മാ മുഅ്തദില, അതായത് നല്ല ഉയരമുള്ള നല്ല തടിയുള്ള അർസ, അർസ എന്ന് പറയുന്ന മരം, മറ്റു പൈൻമരം എന്ന് പറയും, പൈൻമരം അതുപോലെയാണ്. നല്ല തടിയുള്ള, അതുപോലെ തന്നെ നല്ല വണ്ണവും ഉയരവുമുള്ള പൈൻമരത്തെ പോലെയാണ് ഒരു കാഫിറിന്റെ ഉപമ. ഒരു കാറ്റടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഹത്താ യഖ്സിമഹ അല്ലാഹു ഇദാ ശാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിനെപ്പോ മുറിച്ചു കളയാൻ ഉദ്ദേശിക്കുന്നുവോ അതുവരെയും അതങ്ങനെ നിവർന്ന് നേരെ നിലനിൽക്കും. ഒരു കാഫിറിന്റെ ഉപമ അങ്ങനെയാണ്. ഒരുപക്ഷെ അവന് ഈ ദുനിയാവിലെ ഒരുപാട് മുസീബത്തുകളും രോഗങ്ങളും അവനെ ബാധിക്കുകയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം അവനെ പിടികൂടും. الكافر ربما يمتع بالصحة والعافية حتى يكون الموت انجيافه إلى العذاب مرة واحدة. ഒരു കാഫിർ ദുനിയാവിൽ നല്ല ആരോഗ്യവും നല്ല ആഫിയത്തും ഒക്കെ അവന് നൽകപ്പെടും, മരണം വരയ്ക്കും. പക്ഷേ പിന്നെ ഒറ്റയടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അദാബിലേക്ക് കൊണ്ടുപോകും. وتعلمون أن الرسول صلى الله عليه وسلم أصيب من أجل هذا الدين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദീനിന്റെ കാര്യത്തിൽ, ഈ ദീനിന്റെ പേരിൽ ഒരുപാട് മുസീബത്തുകൾ ബാധിച്ചു. കുസ്റത്ത് റുബാഇയത്തു, അദ്ദേഹത്തിന്റെ പല്ലുകൾ പൊട്ടി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ ധരിച്ചിരുന്ന ആ കവചം അത് പൊട്ടി, അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് രക്തം വന്നു. അതേപോലെ തന്നെ ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. പനി, അതുപോലെ തന്നെ സിഹർ അദ്ദേഹത്തിന് ബാധിക്കപ്പെട്ടു. വകാന യുർമാ ബിൽ ഹിജാറ ഹത്താ യഖ്റുജു ദം മിൻ കഅബൈഹി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ അദ്ദേഹത്തിന് കല്ലേറുകൾ സഹിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന്, കണങ്കാലിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലാണ്, മുഅ്മിനായ നേതാവാണ്. മുബ്തല ഫഅലൈഹി ബിസ്സബ്ർ, അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ മേലെ സബ്ർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിൽ, അല്ലാഹു തആലയെ ബാധിക്കുന്ന മുസീബത്തിൽ സബ്ർ ചെയ്യുക. وأن الله تعالى إذا أحب قوما ابتلاهم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതാണ്. അതിനു മുമ്പ് قال وقال النبي صلى الله عليه وسلم إن عظم الجزاء مع عظم البلاء. إن عظم الجزاء, പ്രതിഫലത്തിന്റെ ആ ഔന്നിത്യം, അതിന്റെ വർധനവ്, അതെന്തിനു കൂടെയാണ്? മാ ഇദമിൽ ബല. പരീക്ഷണം എത്ര കണ്ട് കഠിനമാകുന്നു അത്ര കണ്ട് അവനുള്ള പ്രതിഫലവും വർദ്ധിക്കും. പരീക്ഷണം ആർക്കാണോ കൂടുതൽ, ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുന്നവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. ആ പരീക്ഷണത്തിൽ അവൻ സബ്ർ ചെയ്യുകയാണെങ്കിൽ. വഇന്നല്ലാഹ തആല ഇദാ ഹബ്ബ ഖൗമൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ, ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹും, അല്ലാഹു തആല അവരെ പരീക്ഷിക്കുന്നതാണ്. ഫമൻ റദിയ ഫലഹു റിദാ. ആര് അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ, ആ ഖദറിൽ തൃപ്തിപ്പെട്ടുവോ അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്. വമൻ സഖിത. ആരതിൽ നിരാശരായോ, അതൃപ്തി കാണിച്ചുവോ, ഫലഹു സുഖ്ത്. അവൻ അല്ലാഹു തആലയുടെ വെറുപ്പുമുണ്ട്. ഹസനഹു അത്തിർമിദി. വഹാദാ യദുല്ലു അലാ അന്നൽ ജസാ മിൻ ജിൻസിൽ അമൽ. ഇപ്പോൾ പ്രതിഫലം എന്നത് അവൻ ഏത് തരത്തിലുള്ള അമലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്. അതിന് അതേ തരത്തിൽ ഇനത്തിൽപ്പെട്ട പ്രതിഫലമാണ് അവൻ ലഭിക്കുക. അള്ളാഹുവിന്റെ ഖദർ തൃപ്തിപ്പെട്ടവൻ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിയില്ലാതെ നിരാശനായിരിക്കുന്നവന് അള്ളാഹുവിന്റെ വെറുപ്പുമുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ യസ്ബിറൂന അലൽ അഖ്ദാർ. അഹ്ലുസുന്ന വൽ ജമാഅ അവർ അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറിൽ തൃപ്തിപ്പെടുന്നവരാണ്. എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ അതിൽ സബ്ർ ചെയ്യുന്നവരാണ്. അതിനർത്ഥം അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അവർ ദുഃഖിക്കുകയില്ല അല്ലെങ്കിൽ സങ്കടപ്പെടുകയില്ല എന്നല്ല. നേരെ മറിച്ച് അവർ സങ്കടപ്പെടും. ഇദാ മാത വലദുക് ലാ ബഅസൻ തഹ്സൻ അലാ വലദിക്. ഇപ്പം നിന്റെ ഒരു മകൾ അല്ലെങ്കിൽ ഒരു സന്താനം മരണപ്പെട്ടാൽ അതിന്റെ വേദന കൊണ്ട് നീ സങ്കടപ്പെടും, ദുഃഖിക്കും, കരയും. അതൊന്നും തെറ്റല്ല. അത് ആ ഖദറിലുള്ള അതൃപ്തിയല്ല സൂചിപ്പിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ആ കാര്യത്തിൽ മധ്യമ നിലപാടിലാണ്, വസത്താണ്. അതായത് തീരെ ദുഃഖിക്കാത്ത ആളുകളെ പോലെയല്ല, എന്നാൽ അമിതമായിക്കൊണ്ട് അതിൽ ദുഃഖിച്ച് അള്ളാഹുവിന്റെ ഖദറിൽ നിരാശപ്പെടുന്നവരെ പോലെയുമല്ല. നേരെ മറിച്ച് അത് രണ്ടിനും നടുക്കാണ്. ലൈസു മിസ്ല മൻ ലം യഹ്സൻ വലാ മിസ്ല അല്ലദീ യുഗല്ലിബു ജാനിബൽ ഹുസ്ൻ ومن الناس من يغلب جانب الحزن حتى يغلو ويفرط ويضرب نفسه ويضرب ولده
വൈഷഖ ജേബഹു വയദ്രിബുൽ ഖുദൂദ് വൈഷഖുൽ ജുയൂബ്. ചില ആളുകൾ അതിൽ അതിര് കവിയും, ആ ദുഃഖത്തിന്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞ് അവസാനം അത് എന്തിലേക്കെത്തും? അള്ളാഹുവിന്റെ ഖദർ തൃപ്തിയില്ലാത്ത അവസ്ഥയിലേക്കെത്തും. അങ്ങനെ അവർ മുഖത്തടിക്കുകയും വസ്ത്രം വലിച്ചു കീറുകയും അലറിക്കരുകയും ചെയ്യും. അവരാണ് ഈ കാര്യത്തിൽ ഗുലൂലുള്ളത്. ومن الناس من الصوفية إذا مات ولده أو أبوه أو زوجته يضحك. ഈ സൂഫിയാക്കൾ ചില ആളുകൾ അവരവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ മറ്റ് സന്താനങ്ങളോ മാതാപിതാക്കളോ മരണപ്പെട്ട അവർ ചിരിക്കും, കരയുന്നതല്ല, അവർ ചിരിക്കും. എന്തുകൊണ്ടാണ് അവർ ചിരിക്കുന്നത്? ഖാൽ ലിഅന്ന ഹാദാ ഖദറുല്ലാഹ് ലിഅന്ന ഹാദാ ഖദറുല്ലാഹ് വമിന റിദാ യദ്ഹക്. ഇത് പറയുന്നത് അള്ളാഹുവിന്റെ ഖദറാണ്. അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടലാണെന്ത്? ചിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർ ചിരിക്കും. അതും പാടില്ല. അവർ പറയുന്നത് മുസീബത്ത് വായിച്ചാൽ ചിരിക്കണം. ആ ചിരിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അതില് ആ മുസീബത്തിലുള്ള ആ ഖദറിലുള്ള റിദാന്റെ ഖുവ്വത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. റിദാന്റെ ഖുവ്വത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നതാണ് അവരുടെ വാദം. യഖൂലൂന അലാ ഖദരി റിദാ യകൂനുൽ ഫർഹ്. അപ്പം അങ്ങനെ അവർക്ക് അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് വന്ന് മരണം വായിച്ചു കഴിഞ്ഞാൽ അവർ കരയുകയില്ല, ചിരിക്കും. അവർ പറയും, ഞാൻ അള്ളാഹുവിന്റെ ഖദാ ഖദറിൽ തൃപ്തിപ്പെടുന്നു, അതുകൊണ്ട് ചിരിക്കുന്നു. വഹാദിഹി അൽ മഖാം മിൻ മഖാമാത്തി സൂഫിയ്യ യുഅ്തബറു ഗുലൂ. ഈ സൂഫികളുടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഗുലൂവാണ്. ഗുലൂവായിട്ടാണ് പരിഗണിക്കപ്പെടുക. فالرسول صلى الله عليه وسلم سيد المتوكلين والراضين والصابرين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം നോക്കുക. അദ്ദേഹം അല്ലാഹു തആലയിൽ ഏറ്റവും തവക്കുൽ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും തവക്കുൽ ചെയ്യുന്ന, അതായത് ആ കാര്യത്തിൽ അദ്ദേഹം നേതാവാണ്, സയ്യിദാണ്. അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടുന്നവരുടെ കാര്യത്തിൽ സയ്യിദാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഖദറിൽ സബ്ർ ചെയ്യുന്നവരുടെ കാര്യത്തിൽ സയ്യിദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. ഖാല ഇന്നൽ ഐന തദ്മ വൽ ഖൽബ യഹ്സൻ വലാ നഖൂൽ ഇല്ലാ മാ യർദാ റബ്ബുനാ വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ഈ കണ്ണുകൾ കരയുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്, ഹൃദയം വേദനപ്പെടുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലാ നഖൂൽ ഇല്ലാ മാ യർദാ റബ്ബുനാ. നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടുന്നതല്ലാതെ നാം ഒന്നും പറയുന്നതല്ല, ഒന്നും സംസാരിക്കുന്നതല്ല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. തീർച്ചയായും യാ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ തീർച്ചയായും ഞങ്ങൾ അങ്ങേയറ്റം ദുഃഖിതരാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അദ്ദേഹം കരഞ്ഞു. ഫയഹ്സുലു ഇൻദകൽ ഹുസ്ൻ വലാകിൻ ബിരിദാ ബിഖദറില്ലാഹ്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിലെന്താണ്? സങ്കടപ്പെടും, കരയും. പക്ഷേ അല്ലാഹു തആലയുടെ ഖദറിൽ തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം അത്. അല്ലാഹു തആലക്ക് തൃപ്തിയില്ലാത്ത ഒന്നും ആ സമയത്തോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളോ സംസാരിക്കാൻ പാടില്ല. ഫഹദാ ലാ ബഅസ ബിഹി. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നമാ യുഅദ്ദിബു قال صلى الله عليه وسلم إنما يعذب الله بهذا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ചില സ്വഹാബികൾ ചോദിച്ചു, അതിന്റെ പേരിൽ, അതായത് ഇങ്ങനത്തെ മുസീബത്ത് ബാധിച്ചതിന്റെ പേരിൽ കരയുക, സങ്കടപ്പെടുക, അതിന്റെ പേര് ശിക്ഷിക്കപ്പെടുമോ? റസൂലുള്ളാഹി പറഞ്ഞു എന്ത്? നാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്നമാ യുഅദ്ദിബുല്ലാഹു ബിഹാദാ. ഇന്നമാ യുഅദ്ദിബുല്ലാഹു ബിഹാദാ. ഈ ഒരു കാര്യം കൊണ്ടാണ് അല്ലാഹു തആല നിന്നെ ശിക്ഷിക്കുക, അതായത് നാവ് സംസാരിച്ചതിന്റെ പേരിൽ. അല്ലാഹുവിന്റെ ഖദർ തൃപ്തിയില്ലാതെ നാവ് സംസാരിച്ചതിന്റെ പേരിലാണ് അല്ലാഹു തആല നിന്നെ ശിക്ഷിക്കുക. നേരെ മറിച്ച് കരഞ്ഞതിന്റെ പേരിലോ സങ്കടപ്പെട്ടതിന്റെ പേരിലോ അല്ല. അമ്മാ ബുക്കൽ ഐൻ ഖദ് യബ്കിൽ ഇൻസാൻ ലകിൻ ഇദാ സഖ വറഫ സൗതഹു ഫഹദാ ഹുവ അല്ലദീ യുസബ്ബിബു അൽ ഉഖൂബ. നേരെ മറിച്ച് ആ സമയത്ത് ശബ്ദം ഉയർത്തിക്കൊണ്ട് കരയുക, അതേപോലെ തന്നെ മയ്യത്തിന് മഹാസ്യങ്ങൾ എടുത്തു പറഞ്ഞ് കരയുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുക. വല്ലാഹു അലം. സുബ്ഹാനക ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.